ഹലോ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നീറ്റ് 2022 നടക്കുകയുണ്ടായി. 18 ലക്ഷത്തോളം വരുന്ന ഇന്ത്യയിലൊട്ടാകെയുള്ള കുട്ടികൾ ആ എക്സാം എഴുതി എങ്ങും സന്തോഷത്തിൻ്റെ ഒരുപാട് ന്യൂസസ് പടരുകയാണ് അല്ലേ. എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും ഇത്ര മാർക്ക് കിട്ടി. പക്ഷെ അതൊക്കെ സംസാരിച്ചാലും നമ്മൾ സംസാരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അഭിസംബോധന ചെയ്യാത്ത ഒരു വലിയ കൂട്ടം ആളുകൾ അതിനിടയിലുണ്ട്. ആ 18 ലക്ഷം കുട്ടികളിൽ 80,000 കുട്ടികളെ മാറ്റിവെച്ച് 17,20,000 കുട്ടികൾ, അഥവാ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 1,46,000 കുട്ടികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരിടത്ത് ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഈ യുവാവിന് വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി നേടണം, വീട് കാര്യമായിട്ട് നോക്കണം എന്നൊരു ചിന്ത ഇയാൾക്ക് എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇയാൾ ജോലി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ഓഫീസിൻ്റെ മുന്നിൽ ചെറിയൊരു ബോർഡ് കണ്ടു. ഒരു സെയിൽസ് ബോയിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആ ഓഫീസിലേക്ക് കയറി ചെന്ന്, ഈ ജോലി എനിക്ക് തരാമോ, എനിക്ക് കഴിയാവുന്ന മാക്സിമം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് മാനേജർ പറഞ്ഞു, അടുത്ത തിങ്കളാഴ്ച നമ്മളൊരു ഇൻ്റർവ്യൂ വയ്ക്കുന്നുണ്ട്, ആ ഇൻ്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്തോളൂ, അതിൽ നമുക്ക് നോക്കാം. അത് കേട്ടതും തനിക്കൊരു അവസരം മുന്നിൽ വന്നു എന്ന സന്തോഷത്താൽ ആ ഒരു യുവാവ് തനിക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്ത് നല്ലോണം പ്രിപ്പയർ ചെയ്ത് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഈ ഒരു ഇൻ്റർവ്യൂ ബോർഡിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉളവാത്തക്ക രീതിയിൽ നല്ല രീതിയിലുള്ള മറുപടിയായിരുന്നു ഈ ഒരു യുവാവ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു, ഈ ജോലി ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന്. അപ്പോൾ എല്ലാം ശരിയായി. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടോ? ഇമെയിൽ ഐ ഡി വേണം, കൺഫർമേഷൻ ഇമെയിൽ ഐ ഡിയിലാണ് നമ്മൾ അയക്കുകയെന്ന്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, എനിക്ക് ഈ കമ്പ്യൂട്ടർ പോലത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ഒരു ഇമെയിൽ ഐ ഡി എൻ്റെ പക്കലില്ല. അപ്പോൾ ആ ഒരു ഓഫീസേഴ്സിൻ്റെ ഇത്രയും നേരം ഇവരുടെ മുകളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ യുവാവിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ എല്ലാ ഇംപ്രഷൻസും പോയി. ഒരു ഇമെയിൽ ഐ ഡി പോലും ഇല്ലാത്ത താങ്കൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് ഒരു ജോലി തരിക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് മടക്കി അയച്ചു. വളരെ സങ്കടത്തോടെ അദ്ദേഹം തിരിച്ചു പോന്നു. കാരണം ഒരുപാട് നാളായി അദ്ദേഹം ആഗ്രഹിച്ച ഒരു ജോലി, അതാണ് കയ്യെത്തും ദൂരത്തു നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അങ്ങനെ തിരിച്ചു പോകെ അയാളൊരു പച്ചക്കറി മാർക്കറ്റിലെത്തുകയാണ്. തൻ്റെ പോക്കറ്റ് തപ്പി നോക്കി, അതിലൊരു 200 രൂപയുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, കുറച്ച് തക്കാളി അവിടെ വില ഉറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് തക്കാളി മേടിച്ച് ഇദ്ദേഹം നേരെ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് വീടുകളിൽ കുറച്ച് വീടുകളിൽ കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് 200 രൂപ തിരിച്ചു കിട്ടി, അതായത് 100 രൂപ ലാഭം. ഈ 100 രൂപയായിട്ട് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു, കുറച്ചുകൂടെ പച്ചക്കറി മേടിച്ച് അതും കൊടുത്തു. അങ്ങനെ അന്ന് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ 100 രൂപ എന്നുള്ളത് 600 രൂപയായിട്ടാണ് അദ്ദേഹം പോയത്. അതായത് 500 രൂപ അദ്ദേഹത്തിന് ആ ഒരു ദിവസം ലാഭം കിട്ടുകയുണ്ടായി. ഇത് അദ്ദേഹം എല്ലാ ദിവസവും ആവർത്തിക്കാൻ തുടങ്ങി. ഈ 500 1000-ആയി, 2000-ആയി, 5000-ആയി, 10,000-ആയി, അങ്ങനെ ലക്ഷങ്ങളായി. അങ്ങനെ സമയത്തിനിപ്പുറം അദ്ദേഹം ഇപ്പോൾ വലിയൊരു വ്യവസായിയാണ്. എക്സ്പോർട്ട് കാര്യങ്ങൾ നോക്കുന്നു, വലിയ പച്ചക്കറി മാർക്കറ്റ്സ് എല്ലാം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കുടുംബത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ചിന്ത വന്നത്. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മുടെ കുടുംബത്തിന് ഒരു ഇൻഷുറൻസ് എടുക്കാമെന്ന്. അങ്ങനെ ഇൻഷുറൻസ് ഏജൻറ്റിനെ വിളിക്കുകയാണ്. ഏജൻറ്റ് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഏജൻറ്റിനോട് പറഞ്ഞു, എനിക്കൊരു ഇൻഷുറൻസ് വേണം. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഇൻഷുറൻസ് തരാം, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒന്ന് വേണം, അതിലേക്കാണ് നമ്മൾ മെസ്സേജ് അയക്കുക എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ പക്കൽ ഒരു ഇമെയിൽ ഐ ഡി ഇല്ല, ഞാൻ ഇതുവരെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത്രയും കാലമായി അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ വ്യവസായം ചെയ്യുന്ന അങ്ങക്ക് ഒരു ഇമെയിൽ ഐ ഡി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ താങ്കളുടെ ബിസിനസ് എത്രയോ വലുതാക്കാമായിരുന്നില്ലേ, പല രാജ്യങ്ങളിൽ പോയി താങ്കൾക്ക് ബിസിനസ് ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാനൊരു ഇമെയിൽ ഐ ഡി അന്ന് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ മുക്കിലിരുന്ന് ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ് ബോയോ ഒരു കമ്പ്യൂട്ടർ ബോയോ ആയി മാറിയേനെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികളെ, ചില സമയത്ത് പരാജയങ്ങളും അനുഗ്രഹങ്ങളാണ്. കാര്യങ്ങൾക്കപ്പുറം നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് വരുത്തിയ ചെറിയ ചെറിയ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വിജയങ്ങൾക്ക് മുന്നോടിയാണ്. ഇതെല്ലാം അതായത് നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴും നമ്മളെല്ലാവരും എഴുതുന്നത് ഈ ഒരു എക്സാം നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ എക്സാം ഞാൻ ക്ലിയർ ചെയ്യും എന്ന് വിചാരിച്ച് തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്തെ ഹെൽത്തായിട്ടുള്ള ബുദ്ധിമുട്ട്,
ടെൻഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ അവസരം നഷ്ടപ്പെടുകയാണ്. പക്ഷെ അതിനർത്ഥം നമ്മൾ നിർത്തിപ്പോകണം എന്നാണോ? ഒരുപാട് പേര് നിർത്താൻ പോവുകയാണ്. ഇനി ഒരു തവണ കൂടെ നമുക്ക് ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട, ഇനി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ എൻ്റെ മറുപടി ഇതാണ്: വെൻ യു ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ്, റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഉപേക്ഷിച്ച് നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എന്തിനാണിത് തുടങ്ങിയതെന്ന്. ചിലവരുടെ 1 വർഷത്തെ കഷ്ടപ്പാടാണ്. ചിലവർ കഷ്ടപ്പെട്ട് തുടങ്ങുന്നേ ഉള്ളൂ, +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചിലവർ ചിലപ്പോൾ 2 വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് എന്തിനാണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഗുഡ് തിങ്സ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ടൈം. നിങ്ങൾ വിചാരിച്ച പോലെ എളുപ്പമായിരിക്കില്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അതിന് സമയമെടുക്കും. അപ്പോൾ ചിലവർ ചോദിക്കും, നിങ്ങൾ ലക്കിയല്ല, നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന്. സാർ, ഒരു കഥ കൂടെ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ഒരു ഭടൻ ഉണ്ടായിരുന്നു, ഒരു സോൾജിയർ ഉണ്ടായിരുന്നു. ഈ സോൾജിയർ ആവട്ടെ ചെറുപ്പം തൊട്ടേ ഈ ഒരു കുതിരയൊക്കെ ഓടിക്കുന്നതിൽ, അല്ലെങ്കിൽ കുതിരേനെയൊക്കെ ഓടിക്കാൻ വളരെയധികം ടാലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ജന്മനാ കിട്ടിയൊരു കഴിവായിരുന്നു ഇയാൾക്ക്. അപ്പോൾ ഇയാളുടെ ഒരു കഴിവിൽ ഗ്രാമീണർക്ക് അതിയായ ഒരു എന്താ പറയുക, സന്തോഷവും അസൂയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറയായിരുന്നു, യു ആർ സോ ലക്കി. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സന്യാസി വരുന്നുണ്ടായിരുന്നു. സന്യാസിയുടെ ഒപ്പീനിയൻ ചോദിച്ചു ഇദ്ദേഹത്തിനെ കുറിച്ച് എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു, വിൽ സി, നമുക്ക് നോക്കാം, എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം കുതിര ഓടിക്കുന്ന ഇടയ്ക്ക് ഇദ്ദേഹം ആ ഒരു കുതിരയിൽ നിന്ന് വീഴുന്നത്. അങ്ങനെ വീണപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാലൊടിയാണ്. അപ്പോൾ കാലൊടിങ്ങിയ സമയത്ത് ഇവർ നോക്കുന്ന സമയത്ത് എന്ത് പറ്റിയറിയോ? ഈ ഒരു ഗ്രാമീണരെല്ലാവരും വന്നു. അവർ പറഞ്ഞു, യു ആർ സോ അൺലക്കി, നീ ഭാഗ്യമില്ലാത്തവനാണ്. അപ്പോഴും നമ്മുടെ സന്യാസി വന്നു. സന്യാസി മറുപടി പറഞ്ഞു, വിൽ സി, നമുക്ക് നോക്കാം. ഓക്കെ. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു രാജ്യത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു യുദ്ധം പുറപ്പെടുന്നത്. അങ്ങനെ യുദ്ധം പുറപ്പെട്ട സമയത്ത് എല്ലാവരും യുദ്ധത്തിന് പോവാണ്. പക്ഷെ നമ്മുടെ യുവാവിനാവട്ടെ കാലൊടിഞ്ഞത് കൊണ്ട് യുദ്ധത്തിന് പോകാൻ കഴിയില്ല. അത് ഗ്രാമീണർക്കാരാണ്. അവർ പറഞ്ഞു, ഓ, നീ ഭയങ്കര ഭാഗ്യവാനാണ്, യുദ്ധത്തിനൊന്നും പോകണ്ട, യു ആർ സോ ലക്കി. സോ വാട്ട് ഈസ് ബീയിങ് ലക്കി ആൻഡ് വാട്ട് ഈസ് ബീയിങ് അൺലക്കി? നിങ്ങൾ ഭാഗ്യവാന്മാരാണോ അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവരാണോ എന്ന് തീരുമാനിക്കുന്നത് ഒരു എക്സാമോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പോയിന്റോ അല്ല. നിങ്ങൾ ആരാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങൾക്ക് അതിനുള്ള ഹാർഡ് വർക്ക് കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു വിൽ റീച്ച് ദാറ്റ്. ഓക്കെ ആണല്ലോ? അല്ലാണ്ട് പലതരത്തിലാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് പറയാറുണ്ട്, വീട്ടുകാരെല്ലാവരും ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബന്ധുക്കളാരും നമുക്ക് വേണ്ട വില തരുന്നില്ല, അല്ലെങ്കിൽ അവരാരും പറയുന്നത് നിന്നെ കൊണ്ട് കഴിയില്ല എന്നാണ്. കഴിയില്ല എന്ന് നിങ്ങളോട് ആര് പറയുന്നോ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. പിന്മാറാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്ന കാര്യമാണ്, സർ, 1 വർഷം കഴിയുമ്പോൾ എൻ്റെ 1 വർഷം പോവാണ്, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് ഇയർ തീർക്കാം, ഡിഗ്രി ഫസ്റ്റ് ഇയർ തീർക്കാം, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ പുറത്ത് ഈ ഒരു ജോലിയുടെ ഈ ഒരു ഭാഗമാവും. 3 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ 5 വർഷത്തിനപ്പുറം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് MBBS-ലെ 4ാം വർഷ വിദ്യാർത്ഥിയാവണമോ അതോ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാവണമോ? 1 വർഷം എന്തായാലും കഴിഞ്ഞു പോകും. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ പിടിച്ചു നിർത്തിയാലും പിടിച്ചു നിർത്തിയില്ലെങ്കിലും ഒക്കെ ഈ 1 വർഷം കഴിഞ്ഞു പോകും. മേ ബി നിങ്ങളുടെ ഒരു അലോട്ട്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ജീവിതത്തിലൊരു തീരുമാനമാവാൻ നവംബറോ ഡിസംബറോ ആയിരിക്കാം. നിങ്ങൾക്കൊരു കോളേജിൽ കയറുമ്പോഴേക്കും ജനുവരി ആയിരിക്കാം. ജനുവരി തുടങ്ങി ഒരു 5 മാസം, ശരിയാണ് അല്ലേ, ഒരു 5 മാസം നിങ്ങൾ കോഴ്സിൽ പഠിക്കുന്ന സമയം നിങ്ങൾ എക്സ്ട്രാ നീറ്റിന് പഠിക്കണം. പക്ഷേ വെൻ ദ റിസൾട്ട് കം, അതായത് ഒരു 6 മാസത്തിനപ്പുറം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുമ്പോൾ യു വിൽ ജസ്റ്റ് താങ്ക് യുവർ സെൽഫ് ഫോർ നോട്ട് ഗിവിങ് അപ്പ്. വിട്ടുകൊടുക്കാത്തതിന് അല്ലെങ്കിൽ തോറ്റു കൊടുക്കാത്തതിന് നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങൾ താങ്ക് പറയും, അല്ലെങ്കിൽ യു വിൽ ജസ്റ്റ് ബി ഹാപ്പി ഫോർ യു. അപ്പോൾ ആർക്കെങ്കിലും തോന്നുകയാണ് ഇനിയും വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ്പ് ഇറ്റ് അവേ. കാരണം ഈ ലോകത്ത് എല്ലായിടത്തും തോറ്റവർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. എല്ലാ സമയവും വിജയം മാത്രമുള്ള ആരും ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾക്കുണ്ടാവുന്ന ഓരോ പരാജയവും ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു വിജയത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. തുടങ്ങുക. അത് എപ്പോൾ തുടങ്ങുക എന്നുള്ളതിനല്ല ചോദ്യം, ഇപ്പം തുടങ്ങുക. നമ്മൾ പറയും day 1 or 1 day അല്ലേ? ചിലവർ പറയും 1 day, നമുക്ക് നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം. അങ്ങനെയല്ല. മേക്ക് ടുമോറോ യുവർ day 1.
നാളെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എപ്പോഴാണോ ഒരു സജ്ജറായിട്ടുള്ളത് അപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഡു നോട്ട് വെയിറ്റ് ഫോർ എനി വൺ. ഓക്കെ, കാരണം നമ്മൾ ഈ ഒരു വലിയ, അതായത് MPBS എന്നും ഡോക്ടർ സ്റ്റെത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പേര് എത്തിപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്, അല്ലേ? സോ വെൻ യു ഹാവ് ടു ബി ഇൻ സംവെയർ വെർ നോബഡി എൽസ് ഈസ് ദെയർ, യു ഹാവ് ടു ഡു സംതിങ് വിച്ച് നോബഡി എൽസ് ഹാസ് ഡൺ. ഒരു വലിയൊരു കോട്ടാണ്. അതായത് നിങ്ങൾക്ക് ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ആരും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കണം. എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഓക്കെ, സോ ബാക്കിയുള്ള ടെൻഷൻസ് ഒക്കെ മാറ്റി വയ്ക്കാം. മേക്ക് ദിസ് എ ഫ്രഷ് സ്റ്റാർട്ട്. നാളെ നിങ്ങളുടെ പുതിയ ദിവസം തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റഡിയിങ്. കാരണം ദർ ഇസ് നോ പോയിന്റ് ഇൻ ഗിവിങ് അപ്പ്, അല്ലേ? 6 മാസം കഴിഞ്ഞ് നിങ്ങളൊരു ഒന്നുകിൽ നേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആയി നാളെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് ഞാൻ അന്നൊരു 6 മാസം കൂടെ എക്സ്ട്രാ പഠിച്ചിരുന്നെങ്കിൽ ആ ഡോക്ടറെ സ്ഥാനത്ത് ഞാൻ നിന്നേനെ എന്ന്. അങ്ങനത്തെ ഒരു തോട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരാൻ പാടില്ല. സോ ജസ്റ്റ് സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ റൈറ്റ് അവേ, ബിക്കോസ് ദ നെക്സ്റ്റ് ഇയർ, ദ നെക്സ്റ്റ് നീറ്റ് ഇസ് ഗോയിങ് ടു ബി യുവേഴ്സ്. അതിൽ ഒരു സംശയവും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ബിക്കോസ് വി ആർ ഓൾ ദെയർ വിത്ത് യു ടു സപ്പോർട്ട് യു, ടു ടീച്ച് യു, ടു ഗൈഡ് യു. അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ പഠിച്ച് തുടങ്ങാം. ഓക്കെ.